ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മ തിരുനാളിനോടനുബന്ധിച്ച് 8 നോമ്പിന്റെ ഈ സമയത്ത് എനിക്ക് സംസാരിക്കുവാനും കൂടുതൽ മനസ്സിലാക്കുവാനുമായി കിട്ടിയിരിക്കുന്ന വിഷയം മേരി ആൻഡ് ദ ചർച്ച്, പരിശുദ്ധ മറിയവും തിരുസഭയും എന്നുള്ളതാണ്. യേശുവിന്റെ അമ്മയായ മറിയം നമ്മുടെ കത്തോലിക്ക സഭാ പാരമ്പര്യങ്ങളിൽ കേന്ദ്രവും ആദരണീയവുമായ സ്ഥാനം വഹിക്കുന്നു. സഭയിൽ അവളുടെ പങ്കും പ്രാധാന്യവും നൂറ്റാണ്ടുകളായി വികസിക്കുകയും ദൈവശാസ്ത്രപരവും സാംസ്കാരികവും ഭക്തിപരവുമായ ഊന്നൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ മറിയത്തെ നമ്മൾ ആദ്യം കാണുന്നത് ഗബ്രിയേൽ ദൂതൻ അവളോട് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം എന്നുമാണ്. ആദ്യം ഏതൊരു സ്ത്രീയെയും പോലെ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ഇതെങ്ങനെ എന്ന് ഒരു നിമിഷം സംശയിച്ചുവെങ്കിലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി അവൾ കൊടുക്കുന്ന മറുപടി ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ്. അത് അവളുടെ ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ വിധേയത്വത്തെയും വിശ്വാസത്തെയും അനുസരണയും കാണിക്കുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും മാതൃകയാക്കേണ്ട ഒന്നാണിത്. പിന്നീട് സുവിശേഷങ്ങളിലെ പല സുപ്രധാന നിമിഷങ്ങളിലും നാം മറിയത്തെ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ മറിയം യേശുവിനെ ഗർഭം ധരിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖ പ്രഖ്യാപിക്കുന്നു. ഇതിനെ അനൗൺസിയേഷൻ എന്നറിയപ്പെടുന്നു. 39 മുതലുള്ള വാക്യങ്ങളിൽ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. അവളുടെ അഭിവാദനം കേട്ട് എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ മറിയം ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ യേശുവിനെ പ്രസവിക്കുന്നു. 22-ാം വാക്യത്തിൽ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതായും നാം കാണുന്നു. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ യേശുവിനെ തന്റെ ആദ്യത്തെ അത്ഭുതം ചെയ്യാൻ മാതാവ് പ്രേരിപ്പിക്കുന്നു. പിന്നീട് യോഹന്നാൻ 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിനെയാണ്. തന്റെ ശിഷ്യനായ യോഹന്നാന്റെ സംരക്ഷണത്തിൽ യേശു ഏൽപ്പിക്കുന്നു. സഭയിൽ മറിയത്തോടുള്ള ഭക്തി കാണിക്കുന്നതിനായി പാരമ്പര്യമായി നമ്മൾ തുടർന്നു വരുന്ന ചിലതിൽ പ്രധാനമാണ് ജപമാല പ്രാർത്ഥന. മറിയത്തിന്റെ അനുഭവത്തിലൂടെ ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ഒരു ധ്യാന പ്രാർത്ഥന. മറിയൻ പെരുന്നാളുകൾ, മറിയത്തിന്റെ ബഹുമാനാർത്ഥം സഭ വിവിധ പെരുന്നാളുകൾ ആഘോഷിക്കുന്നു. നാം ഇപ്പോൾ കടന്നു പോകുന്ന ജനന തിരുനാൾ ആഘോഷം ഉൾപ്പെടെ. മറ്റു പ്രധാനമായ ഒന്നാണ് മറിയൻ ദർശനങ്ങൾ. ചരിത്രത്തിലുടനീളം ലൂർദ്, ഫാത്തിമ തുടങ്ങി പലയിടങ്ങളിലും മാതാവിന്റെ ദർശനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവ മറിയത്തോടുള്ള ഭക്തിയെ പ്രചോദിപ്പിക്കുകയും ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട്. സഭയിൽ മറിയത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അവളുടെ ദൈവഹിതത്തോടുള്ള തുറന്ന മനസ്സ് ഉൾക്കൊള്ളുവാനുള്ള കഴിവും താഴ്മയും വിശ്വാസവും അനുസരണയും ദൈവത്തിലുള്ള ആശ്രയവും ഓരോ ക്രിസ്ത്യാനിയും മാതൃകയാക്കേണ്ടതുമാണ്. കത്തോലിക്ക സഭയിൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ആത്മീയ യാത്രയിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്ന മറിയത്തെ ഒരു മധ്യസ്ഥയായും കാണുന്നു. അവളുടെ പുത്രനോടൊപ്പം വിശ്വാസികൾക്കായി മധ്യസ്ഥത വഹിക്കുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ മാതാവ് എന്ന നിലയിലുള്ള അവളുടെ പങ്ക് ഊന്നി ഉറപ്പിക്കുകയും എല്ലാ ക്രിസ്ത്യാനികളിലുമുള്ള അവളുടെ ആത്മീയ മാതൃത്വത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിലെ ആരാധനാക്രമത്തിൽ പ്രാർത്ഥനകൾ, ഗാനങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്നിവയിലൂടെയും മറിയത്തെ നാം ബഹുമാനിക്കുന്നു. ചുരുക്കത്തിൽ ദൈവശാസ്ത്രപരമായും നമ്മുടെ ആരാധനാക്രമത്തിലും വ്യക്തിപരമായ ഭക്തിയിലും മറിയത്തിന്റെ പ്രാധാന്യം സഭയിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന നിലയിൽ പരിപോഷിപ്പിക്കുന്നതും വിശ്വസ്തവുമായ ഒരു സമൂഹം എന്ന നിലയിൽ സഭയുടെ പങ്കിനെ മറിയം പ്രതിനിധീകരിക്കുന്നു. ജനനം മുതൽ കുരിശുമരണം വരെയുള്ള സുവിശേഷങ്ങളിലെ അവളുടെ അചഞ്ചലമായ പിന്തുണയും നമ്മുടെ രക്ഷയോടുള്ള അവളുടെ പ്രതിബദ്ധതയാണ് പ്രകടമാക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം സഭയുമായുള്ള മേരിയുടെ അതുല്യ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. മറിയത്തെ ബഹുമാനിക്കുന്നതിൽ നമ്മൾ സഭയെയും ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയെയും ബഹുമാനിക്കുന്നു. മേരിയുടെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവളുടെ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുകയും അവളുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.